യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ആഴ്ചകളായി നമുക്ക് ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനും ധ്യാനിപ്പാനും തക്കോണം ദൈവം നമ്മെ സഹായിച്ചത്. നിങ്ങളിൽ പലരും എന്നെ വിളിക്കുവാനും നിങ്ങൾക്ക് ആ സന്ദേശങ്ങളെല്ലാം തന്നെ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നും അറിയിക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളൊക്കെ നമുക്ക് വളരെയധികം ആത്മീയമായി വളരുവാൻ കഴിയുന്നതായ സന്ദേശങ്ങളായിരിക്കും നമ്മൾ കേൾക്കുക. ദൈവരാജ്യം എന്നുള്ള ആ വിഷയത്തിൽ നമ്മൾ ഇന്ന് ഭൂമിയിൽ ആത്മീയമായി ദൈവരാജ്യത്തിലായിരിക്കുന്നു. എന്നാൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന സാക്ഷാൽ ദൈവരാജ്യം അത് താമസമിന സംഭവിക്കുമെന്നും ഇന്ന് ലോകത്തിൽ കാണുന്നതായ അടയാളങ്ങൾ, ഇന്ന് ലോകത്തിൽ കാണുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ ആ സാക്ഷാൽ ദൈവരാജ്യത്തിന്റെ വരവിനുള്ള നാന്ദിയാണെന്നും നമുക്ക് ചിന്തിക്കുവാൻ, ഗ്രഹിപ്പാൻ തക്കോണം നമുക്ക് സഹായമായി തീർന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ആ ഒരു കിങ്ഡം നേച്ചർ, ആ ദൈവരാജ്യ സ്വഭാവം നമ്മുടെ ഉള്ളിൽ അത് നിമിത്തം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ ഈ ദൈവരാജ്യ സ്വഭാവമാണ് ഈ ലോകത്തിൽ പ്രകടമാക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് സഹായമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു ചിന്തയിലേക്കാണ് കടക്കുന്നത്. ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ കൂട്ടായ്മ. നമ്മൾ ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു തലക്കെട്ട് കേൾക്കുമ്പോഴേ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്: ദൈവത്തോടൊപ്പം നമുക്ക് ഒരു ഫെലോഷിപ്പിന് സാധ്യതയുണ്ടോ? ദൈവത്തോടൊപ്പം ഒരു ഷെയർഡ് ലൈഫ്, ഒരു പങ്കിടുന്ന ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ സ്കോപ്പുണ്ടോ? അങ്ങനെ ഒരു കാര്യം സാധ്യമാണോ? ഈ ഒരു ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ തന്നെയാണ്. ആയതിനുള്ള ആത്മീയ ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെയധികം യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്ന, യേശുക്രിസ്തുവിന്റെ മാർവോട് ചേർന്നിരുന്ന ഒരേ ഒരു ശിഷ്യൻ യോഹന്നാനായിരുന്നു. അങ്ങനെ മാർവോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി, അപ്രകാരമുള്ളതായ പ്രാധാന്യമുള്ളതായ ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൽ നിന്നും മറ്റുള്ളവരെക്കാൾ കൂടുതൽ മനസ്സിലാക്കുവാൻ ഇടയായി തീരും. ഞാൻ ഈ യോഹന്നാനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ബോധ്യമായൊരു കാര്യമുണ്ട്. സുവിശേഷങ്ങളിലെ ഒരു സുവിശേഷത്തിന്റെ എഴുത്തുകാരനാണല്ലോ ഈ യോഹന്നാൻ. പക്ഷെ മറ്റ് 3 സുവിശേഷകന്മാർ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷകന്മാർ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, യേശുക്രിസ്തു ചെയ്ത ആ അടയാളങ്ങൾ തുടങ്ങിയതായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ യോഹന്നാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനേക്കാളേറെ യേശുവിന്റെ വാമൊഴികളെ, യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ അവൻ വളരെയധികം ശ്രദ്ധയോടുകൂടെ നോട്ട് ചെയ്തിട്ട് നമുക്ക് അതെല്ലാം വെളിപ്പെടുത്തി തന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലാകട്ടെ, അതേപോലെ തന്നെ യോഹന്നാൻ എഴുതിയതായ പുതിയ നിയമത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നതായ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എന്നീ 3 ലേഖനങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്ല കൂടുതലും പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വാമൊഴികൾ, യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, യേശുക്രിസ്തു ദൈവത്തിൽ നിന്നും പ്രാപിച്ച് പറഞ്ഞതായ കാര്യങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് വളരെയധികം പ്രയോജനമുള്ള കാര്യങ്ങൾ തന്നെയാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ദൈവത്തോടൊപ്പമുള്ള ഷെയർഡ് ലൈഫ്, പാർട്ട്ണർഷിപ്പ് വിത്ത് ഗാഡ്, ഈ വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. ദൈവരാജ്യം എന്നുള്ള വിഷയം നമുക്ക് വളരെയധികം സഹായമായി തീർന്നു. അതേപോലെ തന്നെ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ ഫെലോഷിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് ദൈവത്തോടൊപ്പമുള്ള ഈ ഫെലോഷിപ്പ് ആരംഭിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി, പ്രത്യേകിച്ച് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഈ ഒരു ഷെയർ ലൈഫ്, ദൈവത്തോടുള്ള പാർട്ടിസിപ്പേഷൻ, ദൈവത്തോടുള്ള പങ്കാളിത്തം, ഇതെല്ലാം നമുക്കുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്, യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, അതേപോലെ തന്നെ അവന്റെ വചനത്തെയും വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ കേവലം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസമാവുകയില്ല. ചിലർ ചിന്തിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസമായി. നോ, അങ്ങനെയല്ല.
മറിച്ച് വിശ്വസിക്കുന്നതിൽ അനുസരണമുണ്ട്. വിശ്വസിക്കുന്നതിൽ നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നതാണ് വിശ്വാസത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനെ കൈക്കൊണ്ട് അവനെ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, അതനുസരിക്കുന്ന ഏവർക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്ത, ഇത് വാസ്തവത്തിൽ തീരുമാനത്തെക്കുറിച്ച് പറയുന്നത്. ആ തീരുമാനം എന്ന് പറയുന്നത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു തീരുമാനമാണ്. യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമാണ്. ഇറ്റ്സ് ആൻ അഗ്രിമെന്റ്. ദൈവത്തോടുള്ള നമ്മുടെ അഗ്രിമെന്റ് ആണ്. യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ച് അവന്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ, അവന്റെ വചനത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ, ദാറ്റ് ഇസ് എ ഡിസിഷൻ ഫോർ എ ഫെലോഷിപ്പ് ഓർ ആൻ അഗ്രിമെന്റ് വിത്ത് ഗാഡ് ഫോർ എ ഫെലോഷിപ്പ്. ദൈവത്തോടുള്ള ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ അഗ്രിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നതായ ആ രക്ഷയുടെ തീരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതായ ഒരു അനുഭവം ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നത്, കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി യേശുവിനെ കൈക്കൊണ്ട കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ തന്നെ യേശുവിനെ നിങ്ങളിൽ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ എന്താണ് ഈ സ്വീകരണം എന്ന് പറയുന്നത്? ഞാൻ സാധാരണയായിട്ട് സുവിശേഷം പറയുമ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാറുണ്ട്. എന്താണ് സ്വീകരണം? നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി അതിഥിയായിട്ട് കടന്നു വരുന്നെന്ന് കരുതുക. ആ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കുന്നു. വന്നിരിക്കെ നമ്മൾ ചെയർസ് ഒക്കെ നീട്ടിയിട്ട് കൊടുത്തു. അദ്ദേഹം അതിലിരുന്നു. നമ്മൾ കൊടുത്തതായ പാനീയം, അത് കോഫി ആയിരിക്കാം, ഏതെങ്കിലും ജ്യൂസ് ആയിരിക്കാം, നമ്മൾ കൊടുത്ത് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അല്പസമയങ്ങൾ അദ്ദേഹത്തോട് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി പോകാനുള്ള ഒരു ടൈം വരുന്നുണ്ട്. ആ വ്യക്തിയോട് ഒരിക്കലും നമ്മൾ പറയത്തില്ല സഹോദരാ പോ എന്ന് പറയില്ല. മറിച്ച് നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഹി ഷുഡ് ബി ലീവ് ആഫ്റ്റർ സം ടൈംസ്. അല്പസമയം കഴിഞ്ഞ് ഇദ്ദേഹം ഇവിടെ നിന്ന് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചുവെങ്കിലും അത് നിത്യമായ ഒരു സ്വീകരണമല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ അതിനനുസരിച്ചുള്ള യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഭവനത്തിലെ മക്കൾ, അവരാരെങ്കിലും വിവാഹിതരായി ഒരു മകനെ കൊണ്ടോ ഒരു മകളെ കൊണ്ടോ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് കരുതുക. നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഭവനത്തിൽ വരുത്തുന്നത്? അവർക്ക് വേണ്ടി നല്ലൊരു റൂം നമ്മൾ ഒരുക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സ്പേസസും നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അവരെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇൻവോൾവ് ചെയ്യാൻ തക്കതായി നമ്മൾ അവരെ സ്വീകരിക്കാനുള്ള സകല ഒരുക്കങ്ങളും നടത്തുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി തന്റെ ജീവിതത്തിൽ അവൻ പൂർണ്ണമായും അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അവന്റെ സ്വഭാവത്തെ അവൻ അതിനനുസരിച്ച് ഒരുക്കേണ്ടത് ആവശ്യമാണ്. അവന്റെ സമൂഹത്തിൽ അവൻ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് അതിനനുസരിച്ച് അവൻ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ ഞാൻ വളരെ നിരാശയോടെ പറയട്ടെ, പല ആളുകളും കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യാതാണ്. അതിനർത്ഥം നമ്മൾ തൽക്കാലത്തേക്ക് മാത്രമാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. ആ ഒരു കാര്യസാധ്യം കഴിയുമ്പോൾ നമുക്ക് യേശുവിനെ ആവശ്യമില്ല. വീട്ടിൽ വന്ന യേശുവിനെ നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരു ഫെലോഷിപ്പ് അവിടെ ഉണ്ടാകത്തില്ല. പലരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ഫെലോഷിപ്പ് ഇല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത് നിത്യമായിട്ട് സ്വീകരിക്കുകയല്ല. എന്നേക്കും നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി നിങ്ങൾ സ്വീകരിച്ചതായ ഒരു വ്യക്തിയല്ല. പക്ഷെ അവൻ എന്നേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കണം എങ്കിൽ നമ്മൾ നമ്മളുടെ ഭവനത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മളിൽ, നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മളുടെ ശരീരത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവനെ സ്വീകരിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാസ്തവമായിട്ടും നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവനോടുള്ള ആ അഗ്രിമെന്റ്, ഞാൻ ഇവിടെ അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അത് ബിബ്ലിക്കൽ ആകണമെന്നില്ല, പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു, അവനെ സ്വീകരിക്കുന്നു, അവനോടൊപ്പമുള്ള ജീവിതത്തിന് തീരുമാനമെടുക്കുന്നു എന്നുള്ളത്
തീർച്ചയായിട്ടും യോജിച്ചതായ ഒരു അർത്ഥം അതിനുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ ദൈവത്തോടുള്ള നമ്മുടെ ജീവിതത്തിന്റെ അഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ അഗ്രിമെന്റ് എന്തിനു വേണ്ടിയാണ്? ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആചരിക്കേണ്ടതിന് വേണ്ടി. എന്താണ് കൂട്ടായ്മ? കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ലൈഫാണ്, ഒരു പങ്കിടുന്നതായ ജീവിതമാണ്, അതേപോലെ തന്നെ ഒരു പങ്കാളിത്തമാണ്, ഒരു പാർട്ട്ണർഷിപ്പാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ പറയുന്നതാണ്. പക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. വാസ്തവമായിട്ടും ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത് എന്നേക്കും അവൻ എൻ്റെ ജീവിതത്തിൽ വസിക്കേണ്ടതിന് വേണ്ടിയായിരുന്നോ? അതേ സക്കായിയോട് യേശു പറഞ്ഞില്ലേ, സക്കായി യേശുവിനെ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ഒരു കാട്ടത്തിമരത്തിന്മേൽ അവൻ കയറി. പക്ഷെ യേശു വളരെ വിദൂരത്തിൽ തന്നെ സക്കായി കണ്ടു. ആ മരത്തിനടുത്തേക്ക് വന്നപ്പോൾ യേശു സക്കായിയോട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അത്രേ പറഞ്ഞുള്ളൂ. അത്ര പറഞ്ഞപ്പോഴേക്ക് സക്കായി യേശുവിനെ വീട്ടിൽ താമസിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. എന്തായിരുന്നു ഒരുക്കങ്ങൾ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സക്കായി പെട്ടെന്ന് അയൽവക്കത്ത് പോയോ, അല്ലെങ്കിൽ പുതിയൊരു കടയിലേക്ക് പോയോ, പുതിയ ചെയർസ് മേടിച്ചു, യേശുക്രിസ്തുവിനെ ഭക്ഷിക്കാനുള്ള പ്ലേറ്റ്സ് മേടിച്ചു, അങ്ങനെയൊക്കെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? അങ്ങനെയല്ല. മറിച്ച് അവന്റെ ജീവിതത്തിൽ വരുത്തേണ്ട ആത്മീയമായ ചില ക്രമീകരണങ്ങൾ താൻ വരുത്തി. താൻ വല്ലതും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിച്ചതിൻ്റെ കടവും അതിൻ്റെതായിട്ടുള്ള ശിക്ഷയെല്ലാം ഒഴിവാക്കാൻ വേണ്ടി അതെല്ലാം അവൻ ഓരോരുത്തർക്കായി കൊടുത്തു വീട്ടി. ചതിയിലൂടെ വാങ്ങിച്ചതെല്ലാം അവൻ കൊടുത്തു വീട്ടി. അവനെ തന്നെ ഒരുക്കി യേശുക്രിസ്തു അന്ന് ആ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി അവനെ തന്നെ യോഗ്യനാക്കി മാറ്റി. അതുകൊണ്ട് യേശു എന്താ പറഞ്ഞത്? സക്കായിയെ, ഇന്നു മുതൽ ഈ വീടിന് രക്ഷ വന്നു. ഈ വീടിന്, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും രക്ഷ വരുന്നതായ അനുഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ്. ഒരു ബമ്പർ അടിക്കുന്നത് കൊണ്ടല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ധാരാളം ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വരുന്നുകൊണ്ടോ, നല്ല വിലപിടിപ്പുള്ള സ്ഥലം നമ്മുടെ കയ്യിൽ വരുന്നത് കൊണ്ടോ, അതെ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ലഭിക്കുന്നതുകൊണ്ടല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ വരിക നിമിത്തമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തോടുള്ള നമ്മുടെ അഗ്രിമെന്റ്. ആ അഗ്രിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരം, രക്ഷ, വീണ്ടും ജനനം. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ദൈവത്തോടുള്ള ഫെലോഷിപ്പിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കിയല്ലോ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതിനുള്ള എഗ്രിമെന്റ് അവർക്ക് എടുക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇന്നു മുതൽ കർത്താവെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുകയും അവരുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുന്നത് ആയിത്തീരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങൾ ഞങ്ങൾ ഈ ഒരു ചിന്തയുടെ മുന്നോട്ടുള്ള ആത്മീയ ചിന്തകളിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. കർത്താവേ, വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ പുതിയ ആത്മീയമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദയവായി എന്നെ വിളിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. എനിക്ക് നിങ്ങളോട് അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും. ആത്മീയമായ കൂട്ടായ്മയ്ക്കും ആത്മീയമായ സഹായങ്ങൾക്കും തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.